ഇന്ന് അദ്വൈതാനുഭൂതി 81-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത് തദേവാഹം പരബ്രഹ്മ ദേഹത്രയ വിലക്ഷണ. നമ്മുടെ ഈ 3 ശരീരങ്ങൾ ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത്, ഏതൊരു ബ്രഹ്മത്തിലാണോ നമ്മുടെ ഈ 3 ശരീരങ്ങളും, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ ഉള്ള വസ്തുവാണ് യഥാർത്ഥത്തിലുള്ള പരബ്രഹ്മം. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് ആരുടെ ശ്രദ്ധയാണോ ഉണർന്ന് അതിൽ തന്നെ സദാ നിലനിൽക്കുന്നത്, ദറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ വേറെ എവിടെ നിന്നും കിട്ടേണ്ടതല്ല, തന്നിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഉണ്മയെക്കുറിച്ച് ബോധവാനായി ആ ഉണർവ് നിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒന്നിൽ നിന്നും ഒളിച്ചോടണ്ട, കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടണ്ട, ജോലി രാജിവെക്കേണ്ട. ബി വിത്ത് ദ വേൾഡ് ആൻഡ് ബി വിത്ത് ദാറ്റ് എസൻസ്. എന്താണോ നമ്മിൽ ഉള്ളതായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്, അതാണ് നമ്മിലെ 3 ശരീരങ്ങളും. ഏതൊന്നിലാണോ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, ആ ഉള്ളതായിട്ടുള്ള വസ്തുവാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരിലും കൂടി കടന്നു പോകുന്ന ആ പരബ്രഹ്മം. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്, തത് സൂത്രം ധാരയേത് യോഗി. യോഗിയായിട്ടുള്ളവൻ ആരാ? യോഗി. ആ അറിവിലേക്ക് ഉണർന്ന് അതുമായിട്ട് ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, അയാളെയാണ് യോഗി എന്ന് പറയുന്നത്. ആർക്കുമാകാം. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഉയർന്ന ജാതിക്കാരനെന്നോ താഴ്ന്ന ജാതിക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. ആ ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ ആരുടെ ശ്രദ്ധയാണോ സദാ നിലനിൽക്കുന്നത്, സദാ നിലനിർത്തുന്നത്, അയാളെയാണ് ആധ്യാത്മിക ജീവി എന്ന് പറയുന്നത്. ആ ഭാവം ആരിലാണോ അവസാന കാലത്ത്, മരണകാലത്ത്, മരണസമയത്ത് ആ ഭാവം നിലനിൽക്കുന്നത്, അയാൾക്കാണ് പുനർജന്മമില്ലാത്ത നില. മരണകാലത്ത്, അവസാന കാലത്ത് ആ ഭാവം നിലനിൽക്കണമെങ്കിൽ ജീവിതകാലം മുഴുവനും ആ ഭാവത്തെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്നൊഴിയേണ്ട, ഒരു കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട, എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാവമുണ്ടായിരിക്കണം. ഈ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സദാ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, ദാറ്റ് ഈസ് ആധ്യാത്മികത. അല്ലാതെ ഈ വേഷമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല ആധ്യാത്മികത. അതിന് താടി വേണ്ട, ഒന്നും വേണ്ട. ഏതൊരാളിലാണോ ഈ അറിവ് നിലയിലേക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നത്, ലൗകികത്തിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാനല്ല, നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഏതൊന്നാണോ ഉള്ളതായിട്ടുള്ളത്, ഉണ്മയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്, ആ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും ഞാൻ ഭാവത്തിൽ തുടരുന്നത്. ഞാൻ ഭാവത്തിൽ നിന്ന് ഒഴിയാൻ സാധ്യമല്ല, അത് മരണപര്യന്തം തുടരുന്നതാണ് ആ ഞാൻ. അതുകൊണ്ട് ആ ഞാനിൽ നിന്ന് ഒഴിയുക എന്ന് പറയുന്നത് ഒഴിയാതെ ഒഴിയുക. ദാറ്റ്സ് ആൻ ആർട്ട്.
ഒഴിയാതെ ഒഴിയുക. ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്. ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത്. ഈ ദേഹത്രയം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയിലെ ഞാൻ, സ്വപ്നാവസ്ഥയിലെ ഞാൻ, സുഷുപ്തി അവസ്ഥയിലെ ഞാൻ, ഇതെല്ലാം ഏതിലാണ് ഉള്ളതുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്? തന്നിലെ താനിൽ. അപ്പോൾ ഞാനും താനും തമ്മിൽ തിരിച്ചറിയുക, തന്നിലെ തന്നെ വേർതിരിച്ചെടുക്കുക. ഏതുപോലെ? യഥാ മുഞ്ചാദിഷീകൈവം ആത്മാ യുക്ത്യാ സമുദ്രത ശരീരത്രയാത് ധീരൈഹി പരം ബ്രഹ്മൈവ ജായതേ. ശരീരത്രയാത്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണശരീരം, ഇതിൽ നിന്നൊക്കെ തന്നെ വേർപെടുത്തിയെടുക്കാൻ ആർക്ക് സാധിക്കുന്നു? ആർക്ക് സാധിക്കും? അറിവിലൂടെ. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ശരീരാഭിമാനിയായിട്ട് തുടരുന്ന ഈ ഞാനല്ല എന്നിലെ ഞാൻ. ആ ശരീരാഭിമാനികളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഈ ശരീരത്തിൽ എവിടെയാണോ പ്രകാശിക്കുന്നത്, എവിടെയാണ് പ്രകാശിക്കുന്നത്? എന്നിലെ താനിൽ. എന്നിലെ താനിലാണ് ജാഗ്രത അവസ്ഥയിലെ ഞാനും സ്വപ്നാവസ്ഥയിലെ ഞാനും സുഷുപ്തി അവസ്ഥയിലെ ഞാനും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം തിരിച്ചറിയേണ്ടത് തന്നിലെ തന്നെ, തന്നിലെ താൻ. ആരാണ് തന്നിലെ താൻ? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, ആ പരബ്രഹ്മ സ്വരൂപം, അതാണ് തന്നിലെ താൻ എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവത്തിൽ, ഈ ശരീരത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിൽ അടരാടുന്നത്, ഞാൻ ഭാവത്തിൽ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, ഒന്നിൽ നിന്നും ഒഴിയാതെ ആ കർമ്മത്തിൽ തുടരുമ്പോഴും നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം? തന്നിലെ താനിൽ, തന്നിലെ താൻ. അതാണ് ഇവിടെ നമ്മെ ഈ മന്ത്രത്തിലൂടെ ബോധിപ്പിക്കുന്നത്. ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത്. ഏതൊരു ബ്രഹ്മത്തിലാണോ ഈ മൂന്ന് ശരീരങ്ങളും ഉള്ളതുപോലെ പ്രകാശിക്കുന്നത്, ഭാതി പ്രകാശിക്കുന്നത്, തദേവാഹം, അതാണ് ഞാൻ, അത് തന്നെയാണ് ഞാൻ. അതാരാണ്? അതെന്താണ്? പരബ്രഹ്മം. ദേഹത്രയ വിലക്ഷണ. ഈ മൂന്ന് ശരീരങ്ങളിൽ നിന്നും അന്യമായിട്ടുള്ളത്, വിലക്ഷണമായിട്ടുള്ളത്, മൂന്ന് ശരീരങ്ങളെ അല്ല, അവയിൽ നിന്നെല്ലാം അന്യമായിട്ടുള്ളത്, അവയുമായിട്ട് യാതൊരു ചേർച്ചയും അതിനില്ല. അങ്ങനെയുള്ള മുണ്ടകോപനിഷത്ത് അതിനൊരു മന്ത്രം പറയുന്നുണ്ട്. യസ്മിൻ ദ്യൗ പൃഥ്വീ ച അന്തരീക്ഷം ഓദം മനഃ സഹ പ്രാണൈശ്ച സർവൈഹി തമേവൈകം ജാനത ആത്മാനം അന്യവാചോ വിമുഞ്ചത. അമൃതസ്യ സേതു, അമൃതസ്യൈഷ സേതു. അമൃതത്വത്തിലേക്കുള്ള മാർഗം, അണക്കെട്ട്, സേതു എന്ന് പറയുന്നത് ആ വസ്തുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഏതൊന്നിലാണോ ഇതെല്ലാം, ഏതെല്ലാം ഭൂമിയും ആകാശവും അന്തരീക്ഷവും ഒക്കെ ഏതൊന്നിലാണോ, എങ്ങനെ മനസ്സും പ്രാണനും ഒക്കെ ചേർന്ന് എല്ലാം ഉൾപ്പെടെ ഏതൊന്നിലാണോ നമ്മിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം, യസ്മിൻ ദ്യൗ പൃഥ്വീ ച അന്തരീക്ഷം ഓദം മനസ്സഹ പ്രാണൈശ്ച സർവൈഹി തമേവൈകം ജാനത. അതിനെയാണ് അറിയേണ്ടത്. ഏതിനെ? ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം മുഴുവനും കോർക്കപ്പെട്ടിരിക്കുന്നത്. തത് സൂത്രം ധാരയേത് യോഗി. ആ സൂത്രത്തെയാണ് അറിവിലേക്ക് ഉണർന്നവൻ സദാ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഐ എം ദാറ്റ്. ഒന്നും കാണാതെ പഠിക്കണ്ട, ഈ മന്ത്രങ്ങളൊന്നും കാണാതെ പഠിക്കണ്ട. ഇതൊക്കെ ആ അറിവിലേക്ക് ഉണരുന്നതിന് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികൾ മാത്രം. നിങ്ങൾ ചവിട്ടി ചവിട്ടി കയറണം. കൈവല്യോപനിഷത്തിൽ പറയുന്നത് എന്തിനാണ്? ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗശ്ച യത് ഭവേത്.
തേഭ്യോ വിലക്ഷണ സാക്ഷി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭോക്താവായിട്ടും ഭോഗ്യമായിട്ടും ഭോക്തവ്യമായിട്ടും കാണപ്പെടുന്ന ആ 3 ധാമങ്ങൾ, ത്രിഷു ധാമസു യത് ഭോക്ത ഭോഗ്യം ഭോഗശ്ച യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ആ സാക്ഷി ചൈതന്യം എപ്പോഴും സാക്ഷി. ഇന്ന് രാവിലെ ഉറക്കമുണർന്നത് മുതൽ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ എന്തെല്ലാം കർമ്മങ്ങളിൽ വ്യാപരിച്ചിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ വസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് അത് പ്രകാശിച്ചു നിൽക്കുകയാണ്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. തദ് അഹമസ്മി, അതാണ് ഞാൻ. ഓരോരുത്തരുടെയും ഉള്ളിൽ ഇതുവരെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് ഏതൊരു വസ്തുവാണോ ഉള്ളതായിട്ടുള്ളത് അതാണ് നിങ്ങളിലെ ഉണ്മ, നിങ്ങളിലെ സത്യവസ്തു. അതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് അതിൽ ബലപ്പെടുത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും തുടരുവാൻ സാധിക്കുന്നത്, ആ ഉറപ്പ് നിരന്തരമായിട്ട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എങ്ങനെ? ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, നിരന്തര ശ്രവണത്തിലൂടെ. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഈ കർമ്മങ്ങളിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എന്നെയും നിലനിർത്തിക്കൊണ്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം. ഈശ്വരൻ എവിടെ? എൻ്റെ ഉള്ളിൽ. ആര്? ഞാൻ തന്നെ. ഐ ആം ദാറ്റ്. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്നിലെ താൻ, നാട്ട് എന്നിലെ ഞാൻ. ഈശ്വരൻ ഞാനാണെന്ന് പറയുമ്പോൾ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായി എന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്നവന് തൻ്റെ ഇടമായിട്ട് പറയാം, ആ ഈശ്വരൻ ആരാണ്? ഞാൻ തന്നെ. ഞാനെന്ന് പറയുമ്പോൾ കുട്ടപ്പനായ ഞാനല്ല, കുട്ടപ്പനായ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ കുട്ടപ്പനിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന സാക്ഷി ചൈതന്യം. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്ന അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് കൃഷ്ണൻ പറയും പോലെ നിങ്ങൾക്കും പറയാൻ സാധിക്കും, യെസ്, അഹമാത്മാ, ആ ആത്മചൈതന്യം. ഈ അറിവിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. അതിനുള്ള അവസരമാണ് നമുക്ക് ഈ അദ്വൈതാനുഭൂതിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പാഴാക്കി കളയരുത്. ആ അറിവ് നിങ്ങൾ മറന്നു പോകാതെ നിരന്തര വിചാരത്തിലൂടെ അതിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്ത് പറയും, ഗീത 7-ാമത്തെ അധ്യായത്തിൽ പറയും, ജ്ഞാനവിജ്ഞാന യോഗത്തിൽ പറയുന്ന മന്ത്രം, ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ജ്ഞാനവാൻ. ആരാ ജ്ഞാനവാൻ? ഇവിടെ ഇതുവരെ പറഞ്ഞ ആ അറിവിനെ ഗ്രഹിച്ചവൻ, അവനെയാണ് ജ്ഞാനവാൻ എന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാണാതെ പഠിച്ചുകൊണ്ട് നടക്കുന്നവനല്ല. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ അറിവുള്ളവനെയാണ് ജ്ഞാനവാൻ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് കിട്ടുന്നത്? ബഹൂനാം ജന്മനാമന്തേ, അനവധി ജന്മങ്ങൾക്ക് ശേഷം. നിങ്ങൾ എത്രയോ ജന്മങ്ങളിൽ കൂടി കടന്നാണ് ഇപ്പോൾ ഇവിടെ ഈ ഏത് വേദിയിൽ, ആത്മവിദ്യാവേദിയിൽ വന്നിരിക്കുന്നത്. എത്രയോ ജന്മങ്ങളിൽ കൂടി എവിടെയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ ദാ ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നു. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല,
ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിങ്ങൾ നിരന്തരമായിട്ട് കേൾക്കുന്നു, അറിയുന്നു. ആ അറിവ് ആരിലാണോ സ്വാംശീകരിക്കപ്പെടുന്നത്, നിരന്തര വിചാരത്തിലൂടെ ഉൾക്കൊണ്ട് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കണം, യെസ് ഐ എം ദാറ്റ്. ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ. പിന്നെ ഈ ദുർഗാനന്ദ സരസ്വതിയെയും നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, ഈ ശരീരത്തിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ദുർഗാനന്ദ സരസ്വതി അറിയുന്നില്ലെങ്കിൽ അവന് ഗോവി, അവനൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ആ ദുർഗാനന്ദ സരസ്വതി അതറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളിനെയാണ് സാധു എന്ന് പറയുന്നത്, സന്യാസി എന്ന് പറയുന്നത്. ആ നിലയിലേക്ക് ഓരോരുത്തർക്കും, അത് ഗൃഹസ്ഥനോ വനസ്ഥനോ ആരായാലും അവർക്കെല്ലാം അതത് സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാം. ഒന്നിൽ നിന്നും ഒഴിയണ്ട, കുടുംബം കളയണ്ട, ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്നത് ആരുടെയും ഭാര്യയല്ല, ആരുടെയും ഭർത്താവല്ല, ആരും എൻ്റെ മക്കളല്ല. ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതിന് ഭാര്യയില്ല, മക്കളില്ല. ആ സാക്ഷി ചൈതന്യം, തന്നിലെ തനിക്ക് ഭാര്യയില്ല. ആർക്കാ ഭാര്യയുള്ളത്? തന്നിലെ ഞാനിന്. തന്നിലെ ഞാനിനാണ് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഉള്ളത്. നിങ്ങൾ അതിനകത്തിരുന്നു കൊണ്ട് ഞാനായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലെ തന്നെ തിരിച്ചറിഞ്ഞ് താനിലേക്ക് നിങ്ങൾ സ്വയം നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. ദാറ്റ് ഈസ് ആൻ ആർട്ട്. അതൊരു കലയാണ്. എല്ലാത്തിൻ്റെയും നടുവിലിരിക്കുമ്പോൾ സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കില്ല? യദ്ഭാവോ തദ്ഭവതു, വിചാരബിന്ദു ഉപനിഷത്ത്. ഞാൻ ഈ ശരീരമാണെന്നുള്ള ഭാവത്തിലാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ നിങ്ങൾ ശരീരാത്മാവായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി. സച്ചിദാനന്ദ സ്വരൂപഃ അഹമിതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. ഞാനെന്ന് പറയുന്നത് ഈ ഞാനല്ല, തന്നിലെ താനാണ് എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആർക്കാണോ തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കുന്നത്, അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. ഇത് കിട്ടിയിരിക്കുന്ന അവസരമാണ്. ഞങ്ങൾക്കിത് സാധിക്കുമോ, സ്ത്രീകൾക്കിത് സാധിക്കുമോ, കുടുംബത്തിൽ കഴിഞ്ഞുകൂടുന്നവർക്കിത് സാധിക്കുമോ എന്നൊന്നും ആരും സംശയിക്കേണ്ട. എല്ലാവർക്കും ഒരുപോലെയുള്ള അവസരമാണ്. ഏത് മഹാത്മാവിനും ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിൽ വിരാജിച്ചിരുന്നുവോ ആ നിലയിൽ വിരാജിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുമുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിലാണ് വിരാജിച്ചിരുന്നത്? തന്നിലെ താൻ ഭാവത്തിൽ, തന്നിലെ താൻ ഭാവത്തിൽ, പൂർണ്ണമായിട്ടും തന്നിലെ താൻ ഭാവത്തിൽ വിരാജിച്ചിരുന്നു. ആ ഭാവത്തിൽ നിങ്ങൾക്കും നിങ്ങളെ ഉദ്ധരിപ്പിക്കാം. എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. ഭാര്യ, മക്കള്, കുടുംബമൊക്കെ ഉള്ളവർക്ക് ഇത് സാധ്യമാകുമോ? അതൊക്കെ തന്നിലെ ഞാനിലുള്ളതാണ്. നിങ്ങൾ ആ മുഞ്ചാതിഷീകൈവം ആത്മായുക്ത്യ സമുദ്രത എന്ന് പറയുന്നത് പോലെ നിങ്ങളിലെ ഞാനിൽ നിന്ന് തന്നിലെ തന്നെ വേർതിരിച്ചെടുക്കുക അല്ലേ? ഏതുപോലെ ഹംസം പാലും വെള്ളവും കലർത്തി വച്ചിരുന്നാൽ അതിൽ നിന്ന് യഥാ നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. പാലും വെള്ളവും കലർത്തി വച്ചിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് ഏതുപോലെയാണോ വെള്ളത്തിനെ നീക്കിയിട്ട് പാലിനെ മാത്രം അത് ഉൾക്കൊള്ളുന്നത്, അതുപോലെ ഞാനും താനും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനിനെ നീക്കിയിട്ട് താനിനെ ഉൾക്കൊള്ളാം. അതിന് ഒരു തടസ്സവുമില്ല.
അത് ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും കുടുംബമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഏത് ജാതിയിൽ ജനിച്ചവനായാലും ഏത് മതത്തിൽ ജനിച്ചവനായാലും തന്നെക്കുറിച്ച് ബോധവാനായാൽ, എങ്ങനെയുള്ള താൻ, ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. ആ ബ്രഹ്മം, തന്നിലെ താൻ ഇത്ര ലഘുവായിട്ട് നിങ്ങളിൽ നിന്ന് അതിനെ തിരിച്ചറിവിലൂടെ വേർതിരിച്ചെടുക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് കരഗതമായിരിക്കുമ്പോൾ, എന്താ കരഗതമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുക. നിങ്ങൾ കേൾക്കുന്നു. ആ കേൾക്കൽ തന്നെയാണ് കരഗതമാകൽ. ആ കേട്ട കാര്യത്തെ നിങ്ങളിൽ നടപ്പിലാക്കേണ്ടതായിട്ടില്ല. ആ ഭാവത്തിലേക്ക് നിങ്ങൾ ഉണർന്നാൽ മതി. യെസ്, ഞാൻ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം അത് നിങ്ങളുടെ ഉള്ളിലില്ലേ? ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജാതിക്കും നീതിക്കും കുലത്തിനും ഗോത്രത്തിനും ഒക്കെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കഴിയുന്നു. അതാണ് ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. ഏത്? തന്നിലെ താൻ. ഓരോരുത്തർക്കും ഏത് നിമിഷം വേണമെങ്കിലും തന്നിലെ താനിലേക്ക് ഉയർത്താം, ഉദ്ധരിപ്പിക്കാം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അതിനാരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല, തിരിച്ചറിവ് മാത്രം മതി. നിരന്തരമായിട്ട് ഇത് കേൾക്കണം. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം. മനനമുണ്ടായിരിക്കണം, നിരന്തരമായ മനനം. എപ്പോഴും ആ വിചാരമുണ്ടായിരിക്കണം. തന്നിലെ താൻ, ഞാനും താനും നിങ്ങളെ ഉറുത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കാനായിട്ട് സദാ ഉള്ള ഒരു ഭാവം നിങ്ങളിലുണ്ടായിരിക്കണം, ചിന്ത നിങ്ങളിലുണ്ടായിരിക്കണം. എത്ര പേർക്കുണ്ട്? ഇവിടുന്ന് കേട്ടു, പോയി, തീർന്നു. പിന്നെ നാളെ വരുമ്പം, അടുത്ത ആഴ്ചയും വരുമ്പം കേൾക്കുന്നു, ആ കൊള്ളാം. ആര് തന്നെക്കുറിച്ച് ചിന്തിക്കുന്നു? ആര് തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് വിടാതെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു? ഒരുത്തരുമില്ല. ചിലരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഞാനുണ്ട്, എനിക്കുണ്ടെന്ന്. പോരാ, നിരന്തര വിചാരം വേണം. നിരന്തര വിചാരമുണ്ടെങ്കിൽ ഇല്ലേ നമ്മൾക്ക് അവിടെ എത്തണമെങ്കിൽ ശൂന്യാകാശത്തിലേക്ക്, ചന്ദ്രനിലേക്ക് വിടുന്ന ഒരു റോക്കറ്റ് ഒറ്റപ്പോക്കിൽ പോയാലേ എത്തൂ. കുറച്ചു നേരം പോയിട്ട് പിന്നെ വിട്ടുപോയാൽ താഴെ കിടക്കും. അതുപോലെ നിങ്ങൾ തന്നിലെ താനിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണമെങ്കിൽ കോൺസ്റ്റൻ്റ് പ്രാക്ടീസ്, കോൺസ്റ്റൻ്റ് തിങ്കിങ്, കണ്ടിന്യൂസ് തിങ്കിങ് ഉണ്ടായിരിക്കണം. വിചാരം, നിരന്തര വിചാരം. അപ്പോൾ സ്വാമി, കുടുംബകാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? കുടുംബകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ വിചാരം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതിനെന്താ തടസ്സം? ഒന്നിൽ നിന്നും ഒഴിയേണ്ട എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും. ഒരു കാമുകൻ തൻ്റെ കാമുകിയെക്കുറിച്ച് എപ്പോഴും വിചാരം ചെയ്തുകൊണ്ടിരിക്കും. ഒരമ്മ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും, അല്ലേ, ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എത്ര കഠിനമായ ജോലിക്കിടയിലും ആ അമ്മയുടെ വിചാരം തൻ്റെ കുട്ടിയിലായിരിക്കും. അതുപോലെ ഏത് കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന, ഈ ശരീരത്തിൽ മാത്രമല്ല ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അതാണ് തന്നിലെ താൻ. അല്ലാതെ ഈ ശരീരത്തിൽ മാത്രം അനുഭവിക്കുന്ന, അഭിമാനിയായിരിക്കുന്ന ഞാനല്ല.
നാമരൂപധാരിയായ ഞാനല്ല. ആ നാമരൂപധാരിയിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തിയെടുക്കണം. ഏതുപോലെ യഥാ മുഞ്ചാദിഷീകൈവം ആത്മായുക്തിയാ സമുദ്രത. ആ മുഞ്ചപ്പുല്ലിൻ്റെ ഇളം നാമ്പിനെ ആ പുല്ലിൽ നിന്ന് ഇരുവിരലുകൾ ഉപയോഗിച്ച് മെല്ലെ വിടർത്തിയെടുക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ തന്നിലെ തന്നെ വേർപെടുത്തിയെടുക്കണം. ഇപ്പോൾ ഞാനുമായിട്ട് സംയോജിച്ചിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ്. അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മോക്ഷമില്ല, മുക്തിയില്ല, വീണ്ടും ജനിക്കേണ്ടി വരുന്നു. അപ്പോൾ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം എന്ന മട്ടിൽ ഈ സംസാര സാഗരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സംസാര സാഗരത്തിൽ നിന്ന് മോചനം വേണമെന്നുണ്ടെങ്കിൽ, ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാണ് മരിക്കാതിരിക്കുന്നത്? തന്നെ തിരിച്ചറിഞ്ഞ്. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാനെന്ന് പറയുന്നത് തന്നിലെ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിൽ ആരുടെ ശ്രദ്ധയാണോ തന്നിലെ താനിൽ തന്നെ നിരന്തര വിചാരത്തിലൂടെ ഉറച്ചു നിൽക്കുന്നത്, മരണമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. മരിക്കാതിരിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരുടെ ശ്രദ്ധയാണോ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ഞാനും താനും കൂടിക്കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് തന്നിലെ തന്നെ വിടർത്തി, അതെങ്ങനെ വിടർത്തുന്നത്? ഭാവത്തിലൂടെ, അറിവിലൂടെ. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതുമയമായിട്ട്, തത്മയമായിട്ട്, അതാണ് തന്മയീഭാവം, തത്മയം, തത് ത്വമസി അല്ലേ, അതാണ് നീ, തത് ത്വമസി. അത് കേട്ട് കേട്ട് അറിഞ്ഞറിഞ്ഞ് അതാണ് ഞാൻ. ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന അത്. ഏത്? തന്നിലെ താൻ. തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ആരുടെ ശ്രദ്ധയാണോ സദാസമയവും നിരന്തര വിചാരത്തിലൂടെ ഞാൻ ഭാവത്തിൽ സർവകർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിൽ ഉണങ്ങാത്ത ഒരു വ്രണമുണ്ടെങ്കിൽ അത് സദാ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ ശ്രദ്ധ അതിൽ തന്നെ ഇരിക്കുന്നത് പോലെ ഈ അറിവിൽ ആരുടെ ശ്രദ്ധയാണോ സദാ തുടർന്നുകൊണ്ടിരിക്കുന്നത്, സദാ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെ ശ്രദ്ധയാണോ അതിൽ ബലം നേടിക്കൊണ്ടിരിക്കുന്നത്, ബലം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളറിയാതെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആരാണോ നിരന്തരമായിട്ട് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവർ അതിൽ തന്നെ ശ്രദ്ധാലുവായിത്തീരുന്നു, അതിൽ തന്നെ ഉറപ്പ് നേടുന്നു. ആ ഉറപ്പ് ആരിലാണോ ഉണ്ടാകുന്നത് അയാൾ അതുമയമായിത്തീരുന്നു. ഇതുമയമായിരുന്ന അയാൾ, ഞാൻമയമായിരുന്ന അയാൾ നിരന്തര വിചാരത്തിലൂടെ ഇപ്പോൾ താൻമയമായിട്ട് മാറിയിരിക്കുന്നു. അറിവിലൂടെ, തിരിച്ചറിവിലൂടെ. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ഈ ശരീരത്തിൽ മാത്രമല്ല, ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന ആ തദ്വസ്തുവായിത്തീരുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് മാറുന്നു. അത് മരണമില്ലാത്ത വസ്തു. ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്മയീഭവിക്കുന്നത്, നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലം നേടി ഉറയ്ക്കുന്നത്, അയാൾക്ക് മരണമില്ല. അയാൾക്ക് ഈ ശരീരത്തിൽ ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ള പ്രാരബ്ധകാലം തീരുമ്പോൾ ഈ ശരീരം അടർന്നു വീഴുന്നു. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അയാൾ ആ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നെ വേർപെടുത്തി
തന്നിൽ തന്നെയുള്ള ആ മരണമില്ലാത്ത തന്നിലെ താനിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് യോഗിയായി തീർന്നു. അതാണ് മരണമില്ലാത്ത നിലയിലേക്ക് ഉയരുന്ന അവസ്ഥ. ആർക്കുമാകാം, സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസവും ഇവിടെയില്ല. ആർക്ക് വേണമെങ്കിലും തന്നെ ആ നിലയിലേക്ക് ഉദ്ധരിപ്പിക്കാം. വേണ്ടത് അറിവ് മാത്രം, ഭാവം മാത്രം. യദ്ഭാവോ തദ്ഭവതു. വിചാരബിന്ദു ഉപനിഷത്തിലെ ഒരു മന്ത്രം കൂടെ നിങ്ങളെ ബോധിപ്പിക്കാം. മാംസപിണ്ഡാത്മകേ അസ്മിൻ സ്ഥൂല ശരീരേ, നമ്മുടെ ശരീരം മാംസപിണ്ഡാത്മകേ അസ്മിൻ സ്ഥൂല ശരീരേ തഥാ സൂക്ഷ്മകാരണ ശരീരയോശ്ച. സ്ഥൂല സൂക്ഷ്മകാരണ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ 3 ശരീരങ്ങളിലും ആത്മഭാവം തെക്ത്വ, അതാണ് താനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡാത്മകേ അസ്മിൻ സ്ഥൂല ശരീരേ, ഈ സ്ഥൂല ശരീരം ഞാനാണെന്നുള്ള ഭാവത്തെയും ഉപേക്ഷിച്ചിട്ട് സ്ഥൂല ശരീരത്തിനകത്ത് ഉള്ള സൂക്ഷ്മ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്തെയും ഉപേക്ഷിച്ചിട്ട് ജീവാത്മ പരമാത്മനോരൈക്യം ഭാവയ. ഈ ജീവാത്മാവ് തന്നെയാണ് ആ പരമാത്മാവ്, തന്നിലെത്താൻ. ഞാനെന്ന് പറയുന്ന ഭാവം തന്നെയാണ് തന്നിലെത്താൻ. താനിൻ്റെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. ആ ഞാനുമായിട്ടാണ് നമ്മൾ താതാത്മ്യം പ്രാപിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ തന്മയീഭവിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ ആരാണോ തിരിച്ചറിവിലൂടെ വിടർത്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തെ വിടർത്തി തൻ്റെ ശ്രദ്ധയെ ഞാൻ ഭാവത്തിൽ നിന്ന് മാറ്റി താൻ ഭാവത്തിലേക്ക് യോജിപ്പിച്ച് നിരന്തര വിചാരത്തിലൂടെ സ്ഥിതി നേടുന്നത്. സ്ഥിതി നേടുന്നത് എങ്ങനെയാണ്? നിരന്തര വിചാരത്തിലൂടെ. അതാണ് ജീവാത്മ പരമാത്മനോരൈക്യം ഭാവയ. അങ്ങനെ ഭാവിച്ചു കഴിഞ്ഞാൽ എന്താണ്? പരാം ശാന്തിം, പരമമായ ശാന്തി, ശാശ്വതമാനന്ദം, ശാശ്വതമായ ആനന്ദം. ച ഭജ മുക്തോ ഭവ ഭഗവാൻ തദ്ദേതത് ജന്മസാഫല്യം. ഈ ജന്മം കൊണ്ട് സാഫല്യം നേടണമെങ്കിൽ, ജന്മസാഫല്യം, ഈ ജന്മം കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, ഇത് നേടാതെ മരിക്കുകയാണെങ്കിൽ ഒരു ഫലവുമില്ല. മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഒരു ഫലവുമില്ല. എന്തെല്ലാം നേടിയാലും, ഈ രാജ്യത്തെ ധനം മുഴുവനും നേടിയാലും ഒരു പ്രയോജനവുമില്ല. തന്നിലെ തന്നെ നേടുന്നില്ലെങ്കിൽ, തന്നിലെ തന്നെ നേടുന്നില്ലെങ്കിൽ, തന്നിലെ താൻ തന്നിലുണ്ടായിട്ടും അറിയാതെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനും താനും തന്നിലുണ്ടായിട്ടും ഇപ്പം നമ്മളത് കേൾക്കുന്നു. ഞാൻ മാത്രമല്ല എന്നിലുള്ളത്, തന്നിലെ താനുമുണ്ട്. ഞാനും താനും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്കിപ്പോൾ അറിയാം. താൻ എങ്ങനെയുള്ളതാണ്? ഈ ശരീരത്തിൽ മാത്രമല്ല, സർവ്വശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആർക്കാണോ ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നത്, അയാൾ ഈശ്വരന് തുല്യമായിത്തീരുന്നു, ഈശ്വരനായിത്തീരുന്നു. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകാൻ കഴിയും. ആർക്ക്? തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിൽ തന്മയീഭവിപ്പിക്കുന്നത്, ഏകീഭവിപ്പിക്കുന്നത്, യോജിപ്പിക്കുന്നത്, അതാണ് ജീവൻ മുക്തി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകാൻ സാധിക്കും. ആർക്ക്? എല്ലാവർക്കും. ഒരു തടസ്സവുമില്ല. നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം, ഇതൊന്നും ഇതിന് ബാധകമല്ല. നിങ്ങളുടെ ദേശം,
നിങ്ങളുടെ രാജ്യം, ഇതൊന്നും ഇതിന് തടസ്സമല്ല. ഞാൻ അറേബ്യക്കാരനാണെന്നോ ഞാൻ മുസ്ലിമാണെന്നോ ഞാൻ ഹിന്ദു ആണെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇവിടെ ഇല്ല. തന്നിലെ താൻ, അതാണ് ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അത് നീയാകുന്നു. നീ എന്ന് പറയുമ്പോൾ ഏതാണ്? നിന്നിലെ താൻ, തന്നിലെ താൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും, അത് ഞാൻ തന്നെ. ഞാനെന്ന് പറഞ്ഞാൽ തന്നിലെ താൻ, തന്നിലെ താൻ. രണ്ടും നിങ്ങളിലുണ്ട്. തന്നിലെ തന്നെ വേർതിരിച്ച് എടുത്തില്ല. അതാണ് ഹംസം ചെയ്യുന്നത് പോലെ. പാലും വെള്ളവും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. വേറെ ഒരു തരത്തിലും സാധ്യമല്ല. അറിവിലൂടെ തന്നിലെ ഞാനും താനും തന്നിൽ തന്നെയുണ്ട്. ഞാൻ കർത്തൃത്വാഭിമാനിയായിട്ടും ഭോക്തൃത്വാഭിമാനിയായിട്ടും നാമരൂപ ഭാവത്തിൽ കഴിയുന്ന എന്നിലെ ഞാൻ നിങ്ങൾക്കതറിയാം. പക്ഷേ ആ ഞാനിനെയും കണ്ടുകൊണ്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ടിരിക്കുന്ന, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന എന്നിലെ സാക്ഷി ചൈതന്യം അതുണ്ട്, എനിക്കറിയാം. അതാണ് തന്നിലെ താൻ. ഇത് ഭാവനയിൽ കൂടെ കാണാതിരിക്കാൻ ശ്രമിക്കരുത്. കാണണം. കണ്ടാൽ മാത്രം പോരാ, അതിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കണം. തന്നിലെ താൻ നിരന്തരം വിചാരം ചെയ്യണം. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊന്ന് വിചാരം ചെയ്യണം. തന്നിലെ തന്നെ തിരിച്ചറിയണം. തന്നിലെ തന്നെ കാണാൻ ശ്രമിക്കണം. തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക് ഉയർത്തണം. നിരന്തര വിചാരത്തിലൂടെ അതിനെ ബലപ്പെടുത്തണം. അങ്ങനെ ആരാണോ ബലപ്പെടുത്തുന്നത് അയാൾക്ക് ഈ ജന്മത്തിൽ തന്നെ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. മോക്ഷത്തിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. എന്താ മോക്ഷം? ജനിമൃതികളിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. ജനിക്കാതിരിക്കണം. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. മരിക്കാതിരിക്കണമെങ്കിൽ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായിട്ടും തന്നിലെ ഞാനിൽ നിന്ന് മാറ്റി തന്നിലെ താനിൽ ഉറപ്പിച്ചു നിർത്തണം. അപ്പോൾ ആരാണ് നിങ്ങൾ? നിങ്ങളെ അങ്ങനെയുള്ള ആളിനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ മുക്തനായി. അപ്പോഴും അയാൾ വീട്ടിൽ കഴിയുകയാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരു തടസ്സവുമില്ല. ഭാര്യയോടൊപ്പം കഴിഞ്ഞോളൂ, മക്കളോടൊപ്പം കഴിഞ്ഞോളൂ. പക്ഷേ താൻ എത്തിയിരിക്കുന്ന ആ ഭാവത്തിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ അണുവട വ്യതിചലിപ്പിക്കരുത്. ഇത് മാത്രം മതി. കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വ്യാപരിച്ചുകൊള്ളൂ, അതിനൊന്നും തടസ്സമല്ല. വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താ ഭാവമുണ്ടായിരിക്കേണ്ടത്? അത് എന്നിലെ ഞാൻ പ്രാരബ്ധാനുസാരം ശരീരം വെടിയുന്നതുവരെ ആ ഞാൻ പ്രാരബ്ധാനുസാരമുള്ള കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ശരീരത്തിൽ തന്നെയുള്ള തന്നിലെ തന്നെ താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ആ ശരീരത്തിൽ താൻ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ശിവോഹം ശിവോഹം ശിവോഹം. ആ ശിവം, ആ മംഗളസ്വരൂപം, അതാണ് തന്നിലെ താൻ. ഈ ശരീരത്തിൽ മാത്രമല്ല, സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അത് ബഹൂനാം ജന്മനാമന്തേ. അതാണ് ഭഗവത്ഗീത പറയുന്നത്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. എന്നെ പ്രാപിക്കൂ. എന്നെ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ, തന്നിലെ തന്നെ. കൃഷ്ണൻ പറയുന്നില്ലേ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഓരോരുത്തരുടെയും ഉള്ളിൽ
നീ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, പട്ടിയായാലും ശരി, പൂച്ചയായാലും ശരി, എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ മനുഷ്യന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. നിന്റെ ജാതി ഒന്നും ഇവിടെ പ്രശ്നമല്ല. നീ മനുഷ്യ ശരീരത്തിലാണോ, തിരിച്ചറിവ് നിനക്കുണ്ടോ എങ്കിൽ നിനക്ക് ആ ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കുക മാത്രമേ വേണ്ടൂ. അതാണ് ആത്മസാക്ഷാത്കാരം. അതിൽ ആരാണോ ഉറപ്പ് നേടുന്നത്, അത് എത്ര കാലം കേട്ടാൽ, ഇപ്പം ഇവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്നു, ഈ കേട്ട കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്, ചേർന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ രേഖപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ജന്മത്തിൽ അതുകൊണ്ട് നിങ്ങളൊരു പ്രയോജനവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഏതെല്ലാം ജന്മങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും മനുഷ്യ ശരീരത്തിൽ വരുമ്പോഴും ഈ അറിവ് നില അവിടെ ഉണ്ടായിരിക്കും. ഈ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ അറിവ് നില അവിടെ ഉണ്ടായിരിക്കും. അതാണ് ബഹൂനാം ജന്മനാം അന്തേ. അപ്പോൾ വീണ്ടും ഇതുപോലെ എവിടെയെങ്കിലും ചെന്നിരുന്ന് കേൾക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്കതിൽ താല്പര്യം തോന്നും. കാരണം നേരത്തെ കേട്ട അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. വീണ്ടും കേൾക്കാനിടയായപ്പോൾ നിങ്ങൾക്കതിൽ താല്പര്യം തോന്നുന്നു. അങ്ങനെ അനവധി ജന്മങ്ങളിൽ കൂടിയാണ് അത് ബലം നേടേണ്ടത്. അതാണ് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ. ആ അറിവിലേക്ക് ഉണർന്നവൻ മാം പ്രപദ്യതേ, എന്നെ പ്രാപിക്കുന്നു. എങ്ങനെ? വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ. വാസുദേവ സർവമിതി. വാസുദേവൻ എന്ന് പറയുന്നത് ഏതിനെയാണ്? ആത്മചൈതന്യത്തെ. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ആ ആത്മചൈതന്യം തന്നെയാണ് സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശുപാകേച പണ്ഡിതാഹ സമദർശിന. ആ അറിവിലേക്ക് ഉണർന്നവൻ പട്ടിയിലും പൂച്ചയിലും ചണ്ടാളനിലും, പട്ടിയെ കൊന്നു തിന്നുന്ന ചണ്ടാളനിലും ബ്രാഹ്മണനിലും സന്യാസിയിലും സ്ത്രീയിലും പുരുഷനിലും ഒക്കെ ആ ചൈതന്യത്തെ കാണുന്നു. ആ ചൈതന്യമെന്ന് പറയുന്നത് ഒരു തരത്തിലും ആരിലും വ്യത്യസ്തമായിട്ടിരിക്കുന്നില്ല, ഏകം. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി. ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. അതിനെക്കുറിച്ച് ബോധവാനായി അതിൽ നിങ്ങൾ പിടിമുറുക്കണം. ഐ ആം ദാറ്റ് സാക്ഷി ചൈതന്യം, ഐ ആം ദാറ്റ് വിറ്റ്നസ്. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും എന്നിലെ സ്വപ്നാവസ്ഥയ്ക്കും എന്നിലെ സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് ആര്? തന്നിലെ താൻ. സ്വാമി ഇതെല്ലാം പറഞ്ഞു, പക്ഷേ ആ തന്നിലെ താൻ മാത്രം അറിയാൻ കഴിയുന്നില്ല എന്ന് പറയരുത്. തന്നിലെ താൻ ആ സാക്ഷി ചൈതന്യം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. എൻ്റെ ഇന്നലകൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ ഏതെല്ലാം ജന്മങ്ങളിൽ ഞാൻ ശരീരമെടുത്തിട്ടുണ്ടോ അതിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ആ ചൈതന്യം ഏകം. അതാണ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് തന്നെ യോജിപ്പിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം സ്വർഗത്തിൽ പോയാലൊന്നും കിട്ടുന്നതല്ല, ഏതെങ്കിലും സ്വാമിയെ രഹസ്യമായിട്ട് കണ്ടാൽ കിട്ടുന്നതല്ല, കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. ഈ കേൾക്കുന്ന അറിവ് ആരാണോ അവരവരിൽ പ്രാപ്തമാക്കുന്നത്, ഏകീഭവിപ്പിക്കുന്നത്, സ്വായത്തമാക്കുന്നത്, അവർക്കാണ് അത് ലഭ്യമാകുന്നത്. വേറെ ഒരു തരത്തിലും കിട്ടുകയില്ല. ന അന്യഥ, നിസ്സാരം. അതാണ് പറഞ്ഞത്, ഒന്നിൽ നിന്നും ഒഴിയേണ്ട. ബി വിത്ത് എവറിത്തിങ്, ബി വിത്ത് ദ വേൾഡ്. എല്ലാമായിരിക്കുമ്പോഴും തിരിച്ചറിവിലൂടെ നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്യുക, ഐ എം നോട്ട് ദിസ്. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ. അത് ഭഗവത്ഗീതയിലെ ജ്ഞാനവിജ്ഞാന യോഗം
7-ാം അധ്യായത്തിലുള്ളതാണ്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. ഒരു ഉപനിഷത്ത് മന്ത്രം കൂടെ പറയാം. ബ്രഹ്മബിന്ദു ഉപനിഷത്ത്, അമൃതബിന്ദു ഉപനിഷത്ത്, രണ്ടും ഒന്ന് തന്നെ, രണ്ടുപേരും ഒരേ ഉപനിഷത്തിനുള്ളതാണ്. ജ്ഞാനനേത്രം സമാദായ ഉദ്ധരേത് വന്യവത് പരം. ഈ അറിവാകുന്ന കനൽ നിങ്ങളുടെ ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ ആ കനലിനെ കെട്ടുപോകാതെ ഊതി 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 അതിനെ ഒരഗ്നിയായിട്ട് വളർത്തിയെടുത്താൽ, അതാണ് ജ്ഞാനനേത്രം സമാദായ ഉദ്ധരേത് വന്യവത് പരം നിഷ്കലം നിഷ്കലം നിശ്ചലം ശാന്തം തത് ബ്രഹ്മാഹമിതി സ്മൃതം. അങ്ങനെയുള്ള ആളാണ് ആ ബ്രഹ്മമായിത്തീരുന്നത്. ആ അറിവ് നില ആരിലാണോ കനലായിട്ട് വന്ന് വീണ് സ്വയം നിരന്തരമായിട്ട് അതിനെ ഊതി 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 വളർത്തി അഗ്നിയാക്കി മാറ്റുന്നത്, അതുപോലെ ഈ അറിവാകുന്ന കനൽ ആരുടെ ഉള്ളിലാണോ വീണിട്ടുള്ളത്, ഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്, കേട്ട് ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ അങ്ങ് പോയാൽ പോയി, ഈ കാതിൽ കൂടെ കേട്ട് അത് ഹൃദയത്തിൽ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അണഞ്ഞു പോകാതെ നിരന്തര വിചാരത്തിലൂടെ, ആ വിചാരമാണ് ഊതി 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 തീയാക്കി മാറ്റുന്നത്. നിരന്തര വിചാരത്തിലൂടെ ഓ ഐ എം ദാറ്റ്, ഈ ഞാനല്ല എൻ്റെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ. ആർക്കാ തന്നിലെ തന്നെ കാണാൻ കഴിയാത്തത്? ഭാവനയിലൂടെ കാണാൻ കഴിയാത്തത്? തന്നിലെ തന്നെ ആർക്കാ ഭാവനയിലൂടെ കാണാൻ കഴിയാത്തത്? എല്ലാവർക്കും കാണാൻ കഴിയും. തന്നിലെ താൻ ഉണ്ടല്ലോ, ആ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലും ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഇല്ലേ? ഇന്നലെ ഞാൻ കിടന്നിട്ട് ഒട്ടും ഉറങ്ങിയില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എങ്ങനെയാ പറയുന്നത്? ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളിൽ ആ സാക്ഷി ഉണ്ടായിരുന്നു. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇന്നലെ എൻ്റെ അവസ്ഥ അതായിരുന്നു, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. സാക്ഷി ചൈതന്യം. ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ച് ബോധവാനായി ആ സാക്ഷി എപ്പോഴുമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ, ആ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ഞാനിനെയും കണ്ടുകൊണ്ട് നിങ്ങളിലെ താൻ നിങ്ങളിൽ പ്രകാശിച്ചു നിൽക്കുന്നു. അതിനെ നിങ്ങൾ കാണാതെ കാണണം. ദാറ്റ് ഈസ് ജ്ഞാനനേത്രം. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനനേത്രം സമാദായ ഉദ്ധരേത് വന്യവത് പരം നിഷ്കലം നിശ്ചലം ശാന്തം തത് ബ്രഹ്മാഹം ഇതി നിശ്ചയം. ന നിജം നിജവത് ഭാതി. സ്കന്ദോപനിഷത്ത്. ന നിജം നിജവത് ഭാതി. ആ സത്യമായിട്ടുള്ള വസ്തു, തന്നിലെ താൻ, എന്തുകൊണ്ട് താനായിട്ട് സദാ കാണാത്തത്? ന നിജം നിജവത് ഭാതി. എന്തുകൊണ്ട്? അന്ധക്കരണ വിജൃംഭണാത്. എന്താ അന്ധക്കരണ വിജൃംഭണം? ഞാൻ, തന്നിലെ ഞാൻ അതിനെ മറച്ചു നിൽക്കുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ ഭാവമാണ് അങ്ങനെ വികസ്വരമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നിലെ താൻ എല്ലാവരിലും മറയപ്പെട്ടിരിക്കുന്നു. നമ്മളിവിടെ എത്രമാത്രം താനിനെ കുറിച്ച് പ്രകാശിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ജ്ഞാനനേത്രത്താൽ അതിനെ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നിലെ ഞാനാണ്. മഹാമേരുവിനെ പോലെ ആ ഞാൻ അങ്ങനെ വിജൃംഭിച്ച് നിൽക്കുകയാണ്. എങ്കിലും കേൾക്കുന്ന അവസരത്തിൽ ചെറുതായിട്ട് തന്നിലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ജ്ഞാനനേത്രത്താൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അത് ശരിയായിട്ട് കാണുന്നില്ല. കാരണം തന്നിലെ ഞാൻ അത്രമാത്രം ശക്തമായിട്ട് ഓരോരുത്തരിലും പ്രകാശിച്ച് നിൽക്കുകയാണ്. അതാണ് സ്കന്ദോപനിഷത്ത് പറയുന്നത്, ന നിജം നിജവത് ഭാതി അന്ധക്കരണ വിജൃംഭണാത്. അന്ധക്കരണ വിജൃംഭണം, ഞാനിൻ്റെ വിജൃംഭണം കൊണ്ട് തന്നിലെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അന്ധക്കരണ നാശേന സംവിന്മാത്രരൂപേണ ഹരിഹി. ആ അന്ധകരണം, ഞാൻ ഭാവത്തെ
എപ്രകാരമാണോ നിങ്ങൾക്ക് ഒഴിപ്പിക്കാൻ സാധിക്കുന്നത്. അതൊരൊഴിയാ ബാധയാണ്. തന്നിലെ ഞാൻ തിരിച്ചറിവിലൂടെ ആ ഞാനെന്ന് പറയുന്നത് തന്നിലെ തൻ്റെ പ്രതിബിംബമാണ് എന്നറിഞ്ഞ് ആരുടെ ശ്രദ്ധയാണോ തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് തിരിച്ചറിവിലൂടെ തന്നിലെ ഞാൻ പ്രതിബിംബമാണെന്നും അതിൻ്റെ ബിംബമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം ആകുന്ന തന്നിലെ താനെന്നും ബോധിച്ച് ആ അറിവ് നില ആരിലാണോ ബലപ്പെടുന്നത്, കേട്ടാൽ മാത്രം പോരാ, ആ കേൾക്കുന്ന കാര്യത്തെ ആരാണോ വിചാരം ചെയ്ത് ബലപ്പെടുത്തുന്നത്, അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ മാറ്റുന്നത്, അങ്ങനെ മാത്രമേ തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ മാറ്റാൻ സാധിക്കൂ. വെറുതെ മാറ്റാൻ സാധിക്കില്ല. ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. തന്നെ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് ഉയർത്തുന്ന വിദ്യയാണ് ആത്മവിദ്യ. ഇത് ആത്മവിദ്യയാണ്. ജീവഭാവത്തിൽ നിന്ന് ഓരോരുത്തരെയും ഈശ്വരീയ ഭാവത്തിലേക്ക്, ഈശ്വരീയതയിലേക്ക്, ഈശ്വരത്വത്തിലേക്ക്, ഈശ്വരനായിട്ട് മാറ്റുന്ന പ്രക്രിയ. നിങ്ങളെല്ലാവരും ഈശ്വരൻ തന്നെയാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഭഗവത്ഗീത എന്താ പറയുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ സർവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നു. പക്ഷേ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? ഞാൻ ആകുന്ന മഹാമേരു തടസ്സമായിട്ട് നിൽക്കുന്നു, മറച്ചു നിൽക്കുന്നു. നിങ്ങളിലെ ഈശ്വരത്വത്തെ മറച്ചു നിൽക്കുന്നത് തന്നിലെ ഞാൻ, ഓരോരുത്തരുടെയും ഞാൻ. അതാണ് ന നിജം നിജവത് ഭാതി അന്ധകരണ വിജൃംഭണാത് അന്ധകരണനാശേന. അന്ധകരണനാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിരന്തരമായ സത്സംഗ ശ്രവണത്തിലൂടെ. തന്നിലെ ഞാനിനെക്കുറിച്ച് ബോധവാനായി, ഞാനെന്ന് പറയുന്നത് ഉള്ളതേയല്ല, ഉള്ളതായിട്ടുള്ളത് തന്നിലെ താൻ. ഞാൻ ഭാവത്തിൽ നിന്ന് ആരുടെ ശ്രദ്ധയാണോ തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ ഉയർന്ന് അതിൽ സ്ഥിതി നേടുന്നത്, അപ്പോൾ തന്നിലെ ഞാൻ ഗ്ലാമർ കുറഞ്ഞ് പ്രകാശം കുറഞ്ഞ് ഇല്ലാത്തതായിത്തീരും. അതാണ് അന്ധകരണനാശേന. അന്ധകരണനാശേന സംവിന്മാത്രരൂപേണ ഹരി. അത് സംവിത് സ്വരൂപം, ആ ശുദ്ധസ്വരൂപം, ആ ശാന്തസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപം, അതുതന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. വരാഹോപനിഷത്തിൽ ഒരു മന്ത്രം എളുപ്പം പറയുന്നുണ്ട്. ഇത്ര നിസ്സാരമായിട്ട് ആ ഭാവത്തിലേക്ക് നിങ്ങൾക്ക് മാറാമെന്നുള്ളതാണ് ആ ഉപനിഷത്ത് പറയുന്നത്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാന ബാധകം. ദേഹാത്മജ്ഞാനം, ഈ ദേഹമാണ് ഞാൻ എന്നുള്ള ശരീരാഭിമാനം, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ ആണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരീരം ദേഹാത്മജ്ഞാനവജ്ഞാനം, ആ ജ്ഞാനം ദേഹാത്മജ്ഞാന ബാധകം. അതെങ്ങനെ ഇല്ലാതാകും? അടുത്ത വരി പറയുന്നു, ആത്മന്യേവ ഭവേത് യസ്യ. ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവം മാറി ശരീരമല്ല ഞാൻ, ശരീരിയാണ് എന്നുള്ള ഭാവം. അതാണ് ആത്മന്യേവ ഭവേത്. ശരീരി എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി ആത്മചൈതന്യം. ആത്മന്യേവ ഭവേത്. ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവന മാറി ശരീരിയാണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് ആരുടെ ഭാവമാണോ മാറുന്നത്. എത്ര ലളിതമായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാന ബാധകം ആത്മന്യേവ ഭവേത് യസ്യ സ. അങ്ങനെയുള്ളവൻ ന ഇച്ഛന്നപി മുച്യതേ. അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൻ മോചിപ്പിക്കപ്പെടും. അവന് മോചനം ഉറപ്പ്. അയ്യോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഓടിയാലൊന്നും പറ്റില്ല. എനിക്ക് മോചനം വേണ്ട, പറ്റില്ല. നീ മോചിപ്പിക്കപ്പെടും.
എങ്ങനെ മോചിപ്പിക്കപ്പെടും? ഞാൻ ശരീരമാകുന്നു എന്നുള്ള ഭാവനയാണ് നമ്മിലിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ശരീരാഭിമാനിയായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഇനി ജന്മമില്ലാതിരിക്കണമെങ്കിൽ ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്നുള്ള അറിവിലേക്ക്, തിരിച്ചറിവിലൂടെ ആരുടെ ശ്രദ്ധയാണോ ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലം നേടുന്നത്, മരണമില്ലാതിരിക്കാനുള്ള മാർഗം, മോചനമാർഗം. ആത്മന്യേവ ഭവേത് യസ്യ. നേരത്തെ പറഞ്ഞത് വിചാരബിന്ദു ഉപനിഷത്തിൽ പറഞ്ഞത് എന്താണ്? ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവസി. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്തിലാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എങ്കിൽ മരിക്കുമ്പോഴും നിങ്ങൾ ശരീരാത്മാവായിട്ട് തന്നെ മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. എന്നാൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണോ ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, സദാ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഭാവത്തിലുള്ള എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് വ്യാപരിക്കാമല്ലോ, ഒരു തടസ്സവുമില്ലല്ലോ. ഞാൻ ഭാവത്തിൽ എന്തെല്ലാം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കർമ്മത്തിലെല്ലാം തുടരുമ്പോഴും ഈ കർമ്മത്തിൽ തുടരുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താനാണ് യഥാർത്ഥ ഞാൻ എന്നുള്ള ഭാവം നിങ്ങൾക്ക് പുലർത്താൻ കഴിയും. എന്താ കഴിയാത്തത്? മാറണ്ട. ആ ഭാവം നിലനിർത്താൻ സാധിക്കുമല്ലോ. അങ്ങനെ ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ, നിരന്തരമായ ആ ശ്രദ്ധ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭാവത്തിലുള്ള നിങ്ങളുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് കുറഞ്ഞ് താൻ ഭാവത്തിൽ ബലം നേടിക്കൊണ്ടിരിക്കും. ഇത് അതിനുള്ള മാർഗം. ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് മാറുന്നതിനുള്ള മാർഗം. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം. ആ ദേഹാത്മജ്ഞാനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇല്ലാതാകുന്നത്? നിരന്തര വിചാരത്തിലൂടെ ഞാൻ ഈ ദേഹമല്ല, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹിയാണ് എന്ന ഭാവം നിരന്തരമായിട്ട് വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. ദേഹത്തിൽ ഇരിക്കുമ്പോഴും ദേഹത്തിൽ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ അറിവ് നില നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ബലം കൂടും, മറുവശത്ത് ബലം കുറയും. അത് മോചനത്തിനുള്ള മാർഗം. ആത്മന്യേവ ഭവേത്യസ്യ. കുറേ കാലം നിരന്തരമായിട്ട് ആ ഭാവം തുടർന്നുകൊണ്ടിരുന്നാൽ മോചനം ഉറപ്പ്. ആത്മന്യേവ ഭവേത്യസ്യ ന ഇച്ഛന്നപി മുച്യതേ. യോഗശിഖോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ലോകം. വെട്ടിപ്പിടിക്കുകയാണ്. നശ്വരമായ ഈ ലോകത്ത് നശ്വരമായ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിൻ്റെ നടുവിലിരുന്നു കൊണ്ട് നശ്വരമായ ഈ ലോകത്തെ അനശ്വരമായ വസ്തുവിനെ അറിയാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ആ അറിവ് നില ഓരോരുത്തരിലും വർദ്ധമാനമാകട്ടെ, ശക്തി പ്രാപിക്കട്ടെ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ജന്മത്തിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ